ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളുടെ മോഡൽ എക്സാമുകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മോഡൽ എക്സാമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ വീഡിയോ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, ഉപകാരപ്രദമായി, ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും ഇനി വരാനിരിക്കുന്ന SLC പരീക്ഷ ഇതിലും ഗംഭീരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് അതിൻ്റെ ആൻസർ എഴുതുക, ഇനിയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ അതിന് ആൻസർ ചെയ്യണം, വന്നിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തിരുത്താനുള്ളൊരു അവസരമാണ് മോഡൽ എക്സാം. അപ്പോൾ ആ ഒരു മിനുക്കുപണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിസിക്സിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക, ഉപകാരപ്രദമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ വോയിസും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിച്ച് കേട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, യെസ് മക്കളെ. അങ്ങനെ ചോദ്യങ്ങളെല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ച് അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതണം എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമായിരുന്നു. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, AC ജനറേറ്റർ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ, DC ജനറേറ്റർ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഇതിലേതാണ് മോട്ടോർ തത്വം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, ജനറേറ്റർ അത് AC ജനറേറ്റർ ആയാലും DC ജനറേറ്റർ ആയാലും അതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ വൈദ്യുതകാന്തിക പ്രേരണമാണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൻ്റെയും വൈദ്യുതകാന്തിക പ്രേരണമാണ്. ഇനി ഏതാണ് അതിൽ ബാക്കിയുള്ളത്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. മോട്ടോർ തത്വം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ്. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ. AC ജനറേറ്റർ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, DC ജനറേറ്റർ. നമുക്കറിയാം, AC ജനറേറ്റർ, DC ജനറേറ്റർ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഇവയുടെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ആൻസർ ഈസ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡ് അഗ്രം ഏത് കാന്തിക ധ്രുവത കാണിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. വൈദ്യുതി പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഏതായിരിക്കും? ദക്ഷിണ ധ്രുവമായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാണ് കാന്തത്തിന്റെ ധ്രുവത? ഏതാണ്? ദക്ഷിണ ധ്രുവം. വൈദ്യുതി പ്രദക്ഷിണമാകുമ്പോൾ ദക്ഷിണ ധ്രുവം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് പോൾ at the end of a solenoid at which current is in clockwise direction. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഏതായിരിക്കും മാഗ്നറ്റിക് പോൾ എന്നാണ് ചോദ്യം. ഏതാണ്? കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മാഗ്നറ്റിക് പോൾ ഏതാണ്? സൗത്ത് പോൾ ആണ്. സൗത്ത് പോൾ. സോ ആൻസർ ഈസ് സൗത്ത് പോൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. 5ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറയുന്നതാണ്. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്ത്? അതിന് ഡിസ്കസ് ചെയ്യൊന്നും വേണ്ട. കാരണം ഏതാണ്? അപവർത്തനമാണ്. കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചതാണ്, അപവർത്തനമാണ്. ഇൻ എ വാട്ടർ ഫിൽഡ് ബീക്കർ എ പെൻസിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ. ഇറ്റ് അപ്പിയേഴ്സ് ബെൻഡ്. ദ റീസൺ ഈസ് bending of pencil is due to a simple answer, refraction of light. Refraction of light. Then നാലാമത്തെ ക്വസ്റ്റ്യൻ, കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ് എന്നിവ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം ഏതാണ്? നമുക്കറിയാം, കൽക്കരി എന്ന് പറയുന്ന ഫോസിൽ ഇന്ധനത്തെ സ്വേദനം നടത്തുമ്പോഴാണ് കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ എന്നുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കുക. അപ്പോൾ ഏതാണ് ഫോസിൽ ഇന്ധനം? കൽക്കരിയാണ് ഫോസിൽ ഇന്ധനം. ഓക്കെ, റൈറ്റ് ദ ഫോസിൽ ഫ്യൂവൽ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് കോക്ക്, കോള്, ടാർ, കോൾട്ടാർ, കോൾ ഗ്യാസ്. കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ് ഏതാണ്? ഇതിൽ തന്നെ ആൻസർ കോളാണ് ആൻസർ അല്ലേ? ബൈ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ വി വിൽ ഗെറ്റ് കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതാണ് ആൻസർ? കോളാണ് ആൻസർ. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കോൺവെക്സ് ലെൻസിന്റെ വക്രതാ ആരം 50 സെന്റിമീറ്റർ ആണ്.
അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വക്രത ആരത്തിൻ്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. 50 സെൻറ്റിമീറ്ററാണ്. 50 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25ആണ്. അപ്പോൾ ഇവിടെ +25 ഉണ്ട്, -25 ഉണ്ട്. ഏതാണ് ആൻസർ വരിക? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എപ്പോഴും ഏതായിരിക്കും ചിഹ്നം? പ്ലസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും പ്ലസ് ആയിരിക്കും. അപ്പോൾ ഏതാണ് ഇതിൽ ആൻസർ വരിക? +25 സെൻറ്റിമീറ്റർ. +25 സെൻറ്റിമീറ്റർ. The radius of curvature of a convex lens is 50 centimeter. What is its focal length? The focal length will be the half of radius of curvature. Focal length will be the half of radius of curvature. So here the radius of curvature is 50 centimeter. Then its half is 25 centimeter. Then +25 centimeter ആണോ -25 centimeter ആണോ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ് ആൻസർ വരിക? +25 സെൻറ്റിമീറ്റർ. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗം മാത്രം മാറ്റം വരുത്തി തിരുത്തി എഴുതുക. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനു സമീപത്തുള്ള ഒരു കാന്തസൂചിയുടെ വിഭ്രംശം ചാലകത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രതയെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ കാന്തസൂചിയുടെ വിഭ്രംശനത്തിന്റെ ദിശ മാറണമെങ്കിൽ, ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക സൂചി വെച്ചാൽ സൂചി എന്തായാലും വിഭ്രംശിക്കും. ആ വിഭ്രംശനത്തിന്റെ ദിശ മാറണമെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത മാറ്റിയിട്ട് കാര്യമല്ല. പിന്നെന്താണ്? വൈദ്യുത പ്രവാഹ ദിശയാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ തീവ്രത എന്നുള്ള വാക്ക് വെട്ടിയിട്ട് അവിടെ എന്താക്കണം? ദിശ എന്നാക്കണം. അപ്പോൾ എന്താണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത്? വൈദ്യുത പ്രവാഹ ദിശയെ ആശ്രയിച്ചിരിക്കും. 6th question, English medium students. Correct the following statement by changing the underlined words. The direction of deflection of magnetic needle. The direction of deflection of magnetic needle placed near a current carrying conductor. Placed near a current carrying conductor depends on the intensity of electric current. Intensity of electric current through that conductor. നോക്കൂ നിങ്ങൾ, നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ, നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൽ മാറ്റം വരുത്തിയിട്ട് കാര്യമല്ല. പിന്നെ എന്താണ് മാറ്റം വരുത്തേണ്ടത്? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ആസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ചേഞ്ചസ്, ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ആൾസോ ചേഞ്ചസ്. അപ്പോൾ ഇവിടെ വരുത്തേണ്ട മാറ്റം എന്താണ്? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമതല ദർപ്പണത്തിൽ സംഭവിക്കുന്ന പ്രതിപതനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നിരിക്കുന്നു. തെറ്റായതേത്? ചൂസ് ദ റോങ് ഡയഗ്രാം റിലേറ്റഡ് ടു ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ എ പ്ലെയിൻ മിറർ. അപ്പോൾ ഈ 4 ചിത്രങ്ങളും ABCD എന്നുള്ള 4 ചിത്രങ്ങളും ഒരു പ്ലെയിൻ മിററിന്റെ സമതല ദർപ്പണത്തിന്റെ പ്രതിപതനം, റിഫ്ലക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ തെറ്റായതേത്? നമുക്ക് ഓരോ ചിത്രങ്ങൾ പരിശോധിക്കാം. നോക്ക്, 1ാമത്തെ ചിത്രം. 1ാമത്തെ ചിത്രത്തിൽ പ്രകാശം പതിക്കുന്നത് കുത്തനെയാണ്, വെർട്ടിക്കലാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുത്തനെ പതിക്കുന്ന പ്രകാശരശ്മികൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. അത് ആ പാതയിലൂടെ തന്നെ തിരിച്ചു പോകും അല്ലേ? വെർട്ടിക്കലായിട്ട് പതിക്കുന്ന ബീം ഓഫ് ലൈറ്റുകൾ ആ സെയിം പാത്തിലൂടെ തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഈ പിക്ചർ എന്താണ്? കറക്റ്റാണ്. കാരണം പ്രകാശം വെർട്ടിക്കലായിട്ടാണ്, അതായത് കുത്തനെയാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ തിരിച്ചു പോകും. പതനകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ പ്രതിപതന കോണം എത്രയാണ്? 90 ഡിഗ്രിയാണ്. പതനകോണും പ്രതിപതന എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 90 ഡിഗ്രി, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് 90 ഡിഗ്രി. രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പിക്ചർ എന്താണ്? ശരിയാണ്. ദെൻ 2ാമത്തെ പിക്ചർ നോക്കൂ. ഈ ആംഗിൾ, ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതിൽ ഇത്രയും ഭാഗം എത്രയാണ്? 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി. ഇപ്പം നിങ്ങൾക്ക് ഈ കൈയുടെ ചിഹ്നം കാണുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി. ഈ ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ ആംഗിളിൻ്റെ പ്രത്യേകത? ഇത് പതനകോണാണ്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. അത് 40 ഡിഗ്രിയാണ്. ഈ ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 40 ഡിഗ്രി എന്ന് തന്നിട്ടുള്ള ഈ ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്, പ്രതിപതന കോണാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി,
ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 40 ഡിഗ്രി. പതനകോൺ 40 ഡിഗ്രി, പ്രതിപതനകോണും 40 ഡിഗ്രി. അപ്പോൾ രണ്ടും തുല്യമാണ്. അപ്പോൾ ഈ ചിത്രവും എന്താണ്? ശരിയാണ്. പതനകോണും പ്രതിപതനകോണും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൾവേസ് ഈക്വൽ. അപ്പോൾ ഈ ചിത്രവും ശരിയാണ്. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ. മൂന്നാമത്തെ ചിത്രം സി. ഇവിടെ പ്രകാശം വന്ന് പതിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. കുത്തനെയല്ലേ? വെർട്ടിക്കൽ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുത്തനെ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി അതിലൂടെ തന്നെ തിരിച്ചു പോകണം. വെർട്ടിക്കലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന ബീം ഓഫ് ലൈറ്റ് സെയിം പാത്തിലൂടെ റിട്ടേൺ ചെയ്യണം. പക്ഷെ അതങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് ഏതാണ്? ഇതാണ് തെറ്റായ ചിത്രം. അപ്പോൾ നമ്മളുടെ ഉത്തരമായിട്ട് നിങ്ങൾ വരച്ചു വെക്കേണ്ടത് ഏതാണ്? സി എന്നുള്ള ഫിഗറാണ്. ഫിഗർ സി. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ എട്ടാമത്തെ ചോദ്യം. ഒന്നാം പദജോഡിയിലെ ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക. എൽ പി ജിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ. എൽ പി ജി കണ്ടെയ്ൻസ് ബ്യൂട്ടൈൻ. ദെൻ സി എൻ ജി കണ്ടെയ്ൻ. എന്താണ് സി എൻ ജിയിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. സി എൻ ജി മീഥെയിൻ. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്? മീഥെയിൻ. അപ്പോൾ ഇത്രയുമാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് 9 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ. 9 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്ക് വീതമാണ്. അതിൽ 9ാമത്തെ ചോദ്യം നോക്കൂ. വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ 4 ഉപകരണങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്തിരിപ്പെട്ടി താപോർജമല്ലേ ലഭിക്കുക? അപ്പോൾ അതല്ല. സോൾഡറിംഗ് അയൺ താപോർജമല്ലേ ലഭിക്കുക? അപ്പോൾ അതുമല്ല. ലൗഡ് സ്പീക്കർ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ഡയഫ്രം കമ്പനം ചെയ്യുമല്ലോ, വോയിസ് കോയിലും കമ്പനം ചെയ്യുമല്ലോ. അപ്പോൾ യാന്ത്രികോർജമാണല്ലോ. അപ്പോൾ ഒരു ഉത്തരം ഏതാണ്? ലൗഡ് സ്പീക്കറാണ്. ദെൻ രണ്ടാമത്തെ ഉത്തരം ഏതാണ്? വൈദ്യുത മിക്സിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ? ലൗഡ് സ്പീക്കർ, മിക്സി. ഓക്കെ. റൈറ്റ് ദ ഇലക്ട്രിക്കൽ ഡിവൈസസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. അയൺ ബോക്സ് ഗിവ്സ് ഹീറ്റ് എനർജി. സോൾഡറിംഗ് അയൺ ഗിവ്സ് ഹീറ്റ് എനർജി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആൻസർ ഏതൊക്കെയാണ്? ലൗഡ് സ്പീക്കർ, ഇലക്ട്രിക് മിക്സി. ലൗഡ് സ്പീക്കറിൽ കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ലൗഡ് സ്പീക്കറിലേക്ക് കറണ്ട് എത്തുന്ന സമയത്ത് വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മെക്കാനിക്കൽ വർക്കാണ്. അതുകൊണ്ട് ലൗഡ് സ്പീക്കറും ഏതിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രിക് എനർജി ടു മെക്കാനിക്കൽ എനർജിക്ക് എക്സാമ്പിൾ ആണ്. ദെൻ 10ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിക്രോം വയറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനുള്ള 2 കാരണങ്ങൾ എഴുതുക. അതായത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നിക്രോമിന്റെ 2 പ്രത്യേകതകളാണ്. നിക്രോമിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഏതൊക്കെയാണ്? ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന പ്രതിരോധം. ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന പ്രതിരോധം നമ്മൾ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട്. 2 വളരെ സിമ്പിളായ 2 ഉയർന്ന ദ്രവണാങ്കവും ഉയർന്ന പ്രതിരോധവും. നിക്രോം വയേഴ്സ് ആർ യൂസ്ഡ് ആസ് ഹീറ്റിംഗ് ഓയിൽ. റൈറ്റ് എനി 2 റീസൺസ് ഫോർ ദി സെയിം. ഹീറ്റിംഗ് ഓയിലായിട്ട് നിക്രോം ഉപയോഗിക്കാനുള്ള 2 കാരണങ്ങൾ എഴുതാനാണ് പറയുന്നത്. റീസൺസ്. അതായത് നിക്രോമിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ദർ ആർ സോ മെനി പ്രോപ്പർട്ടീസ് ഫോർ നിക്രോം. ദെൻ 2 ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള 2 എഴുതാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ദെൻ 11ാമത്തെ ചോദ്യം. ഒന്ന് ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യമാണേത്? 11ാമത്തെ ചോദ്യം. എന്താണ് 11ാമത്തെ ചോദ്യം? പ്രതിരോധം കുറഞ്ഞ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റർ കൂടുതലായി ചൂടാവുന്നത് എന്തുകൊണ്ട്? പ്രതിരോധം കുറഞ്ഞ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റർ കൂടുതലായി ചൂടാവുന്നത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചോ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രതിരോധം കുറയുമ്പോൾ, പ്രതിരോധം എന്ന് പറഞ്ഞാൽ ആറല്ലേ, പ്രതിരോധം കുറയുമ്പോൾ നമുക്കറിയാം കറണ്ട് എന്ത് ചെയ്യും? കൂടും. പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ താപം നന്നായി കൂടുന്നു. ശരിയല്ലേ? അപ്പൊ എന്താണ് ചോദ്യം? പ്രതിരോധം കുറഞ്ഞ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റർ കൂടുതലായി ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? പ്രതിരോധം കുറയുമ്പോൾ കറണ്ട് കൂടുന്നു. കറണ്ട് കൂടുമ്പോൾ താപം നന്നായി വർദ്ധിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? അതിന്റെ ഇംഗ്ലീഷ് ടേം എങ്ങനെയാണ് എഴുതുക എന്നൊന്ന് മനസ്സിലാക്കുക. എന്താണ് ചോദ്യം? Why does a heater having low resistant heating coil gets heated more
എക്സ്പ്ലെയിൻ. വൈ ഡസ് എ ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റന്റ് ഹീറ്റിംഗ് കോയിൽ? അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? കുറവാണ്. എന്നാലും അതിൽ ഹീറ്റ് മോറാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് അതിൻ്റെ ഉത്തരം? പറഞ്ഞേ. റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഉത്തരം? resistance decreases. As resistance decreases, current increases. As current increases, then it get heated more. It get heated more. According to which law? Joule's law. ഏത് നിയമം അനുസരിച്ചിട്ട്? ജൂൾ നിയമം അനുസരിച്ചിട്ട്. ഓക്കെ. ഇപ്പം നമ്മൾ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു? 11 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു. ദെൻ 12ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒരു DC മോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ പ്രവർത്തനം വിശദീകരിക്കുക. എന്താണ്? ഒരു DC മോട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ പ്രവർത്തനം വിശദീകരിക്കുക. ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും എൻ്റെ വോയിസിലേക്ക് ശ്രദ്ധിച്ചോ. നമുക്കറിയാം DC മോട്ടറിന് ആർമേച്ചർ ഉണ്ട്. ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു. ആർമേച്ചറിലേക്ക് വൈദ്യുതി എത്തുന്നു. ആർമേച്ചറിൽ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആർമേച്ചർ ഭ്രമണം ചെയ്യുന്നു. ഓരോ അർദ്ധഭ്രമണം പൂർത്തിയാകുമ്പോഴും വൈദ്യുതിയുടെ ദിശ മാറാൻ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ സഹായിക്കുന്നു. തൽഫലമായി ആർമേച്ചർ തുടർച്ചയായി കറങ്ങുന്നു. എന്താണ് ഉത്തരം? എന്താണ് ഉത്തരം? ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് ഉത്തരം? വൈദ്യുതി ആർമേച്ചറിലേക്ക് എത്തുന്നു. ആർമേച്ചറിൽ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആർമേച്ചർ ഭ്രമണം ചെയ്യുന്നു. ഓരോ അർദ്ധഭ്രമണം പൂർത്തിയാകുമ്പോഴും വൈദ്യുതിയുടെ ദിശ മാറാൻ ആര് സഹായിക്കുന്നു? വൈദ്യുതിയുടെ ദിശ മാറാൻ ആര് സഹായിക്കുന്നു? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ സഹായിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ആർമേച്ചർ തുടർച്ചയായിട്ട് ഭ്രമണം ചെയ്യുന്നു. അതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ പ്രവർത്തനം. ഓക്കെ. ദെൻ എന്താണ് ചോദ്യം? എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC മോട്ടോർ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇൻ എ DC മോട്ടോർ. എന്താണ് ഉത്തരം പറയാ? ഇലക്ട്രിക് കറണ്ട് റീച്ചസ് ഓൺ ആർമേച്ചർ. ഇലക്ട്രിക് കറണ്ട് റീച്ചസ് ആർമേച്ചർ. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഓൺ ആർമേച്ചർ. ആർമേച്ചർ റൊട്ടേറ്റ്സ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഓൺ ആർമേച്ചർ. സോ ആർമേച്ചർ റൊട്ടേറ്റ്സ്. After each half rotation, split ring commutator helps to change the direction of current. Split ring commutator helps to change the direction of current. So armature rotates continuously. Once more. എങ്ങനെയാണ്? Electric current reaches on armature. Magnetic field produced on armature. Armature rotates. After each half rotation, ഓരോ പകുതി റൊട്ടേഷൻ കഴിയുമ്പോഴും സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഹെൽപ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഹെൽപ്സ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ ആർമേച്ചർ റൊട്ടേറ്റ്സ് കണ്ടിന്യൂസ്ലി. ദെൻ 13ാമത്തെ ചോദ്യം. എന്താണ് 13ാമത്തെ ചോദ്യം? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് അനുയോജ്യമായ ബന്ധം തിരഞ്ഞെടുത്ത് എഴുതുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് അനുയോജ്യമായ ബന്ധം തിരഞ്ഞെടുത്ത് എഴുതുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറക്കാനല്ലേ ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് കുറക്കാനാണ്. അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് എന്തായിരിക്കും? കുറവുമായിരിക്കും. പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലുമായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവും പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലുമായിരിക്കും. അതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. VS ഗ്രേറ്റർ ദാൻ VP. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലും പ്രൈമറിയിൽ വോൾട്ടേജ് കുറവുമാണ്. അപ്പോൾ ഇത് സ്റ്റെപ്പ് അപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് അല്ലേ? അതെ. അപ്പോൾ ഇത് സ്റ്റെപ്പ് അപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ്. ദെൻ ഈ പോയിന്റ് ഒന്ന് നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. പ്രൈമറിയിൽ വോൾട്ടത കൂടുതൽ. ഇൻ പ്രൈമറി വോൾട്ടേജ് ഈസ് മോർ. സെക്കൻഡറിയിൽ വോൾട്ടേജ് എന്താണ്? കുറവാണ്. പ്രൈമറിയിൽ വോൾട്ടത കൂടുതലും സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവുമാണ്. അതുകൊണ്ട് ഇത് ഏത് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പ്രൈമറിയിൽ വോൾട്ടത കൂടുതലല്ലേ? പ്രൈമറിയിൽ വോൾട്ടത കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അതിന് മാച്ച് ആകുന്ന പോയിന്റ് അല്ലേ ഇത്? ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഏതുമായി ബന്ധപ്പെട്ടത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടത്. VP ഗ്രേറ്റർ ദാൻ VS, NP ഗ്രേറ്റർ ദാൻ NS. ഓക്കെ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഇനി സെപ്പറേറ്റ് പറയണം എന്ന് തോന്നുന്നില്ല. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ.
ഒരു സർക്യൂട്ടിലെ വൈദ്യുതി ഒരു നിശ്ചിത അളവിലേക്ക് കുറക്കാൻ പ്രതിരോധകങ്ങളും ഇൻഡക്ടറുകളും ഉപയോഗിക്കുന്നു. എന്നാൽ ഡി സി സർക്യൂട്ടുകളിൽ ഇൻഡക്ടർ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? വിശദീകരിക്കുക. വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡക്ടറുകൾ പ്രവർത്തിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ അടിസ്ഥാനത്തിലാണ്. സെൽഫ് ഇൻഡക്ഷൻ പ്രായോഗികമായിട്ടുള്ളത് എ സി സ്രോതസ്സിലാണ്. കാരണം എ സി സ്രോതസ്സിന് മാത്രമേ ദിശയിൽ വ്യതിയാനം വരുന്നുള്ളൂ. ദിശയിൽ വ്യതിയാനം വന്നിരുന്നാൽ മാത്രമേ സെൽഫ് ഇൻഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ എന്താണ് ഉത്തരം? ഇൻഡക്ടറുകളുടെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ എ സി സ്രോതസ്സിൽ മാത്രമാണ് പ്രായോഗികം. കാരണം എ സിക്ക് മാത്രമേ ദിശയിൽ മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികള്, ഇൻഡക്ടേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു എ ഡിസൈഡ് വാല്യൂ, ബട്ട് ഇൻഡക്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട്. വൈ? ഇൻഡക്ടേഴ്സ് ആർ, ഇതാണ് ചോദ്യം. ഇൻഡക്ടേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഡി സി സർക്യൂട്ട്. വൈ? എക്സ്പ്ലെയിൻ. എന്താണ്? Inductors are working on the basis of self-induction. Inductors are working on the basis of self-induction. Self-induction is only applicable in AC source. Self-induction is only applicable in AC source because there is only the change in direction for AC. Okay. So, simply we can say the working principle of inductors is self-induction. Self-induction is only applicable in which source? AC source. ഓക്കെ, ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. വൈദ്യുത കാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്ത് എഴുതുക. എ. സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ പ്രേരിത EMF കുറയുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? നമുക്കറിയാം, എണ്ണം വർദ്ധിക്കുമ്പോൾ EMF കൂടുകയാണ് വേണ്ടത്. ശരിയല്ലേ? എണ്ണം വർദ്ധിക്കുമ്പോൾ EMF കൂടുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രസ്താവന ശരിയല്ല. ശക്തി കൂടിയ കാന്തം ഉപയോഗിക്കുമ്പോൾ പ്രേരിത EMF വർദ്ധിക്കുന്നു. അത് ശരിയാണ്. കാന്തശക്തി കൂടിയാൽ EMF വർദ്ധിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബി എന്നുള്ള പ്രസ്താവന ശരിയാണ്. അപ്പോൾ ശരി ഉത്തരമായിട്ട് അത് ഒന്ന് എഴുതാം. ദെൻ സി. കാന്തത്തിന്റെയോ സോളിനോയിഡിന്റെയോ ചലനവേഗം വർദ്ധിപ്പിക്കുമ്പോൾ EMF വർദ്ധിക്കുന്നു. അതും ശരിയാണ്. ചലനവേഗം വർദ്ധിച്ചാൽ EMF വർദ്ധിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിന്റെ ശക്തി, വേഗത, ഇവ മൂന്നും വർദ്ധിച്ചാൽ EMF വർദ്ധിക്കും എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവനകൾ? ബി എന്നുള്ള പ്രസ്താവനയും സി എന്നുള്ള പ്രസ്താവനയുമാണ് ശരിയായി വരുന്ന പ്രസ്താവനകൾ. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സെന്റൻസ് തിരഞ്ഞെടുക്കുക. വെൻ ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ഇൻക്രീസഡ്, ദ ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസഡ്. ഡിക്രീസഡ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിക്രീസസ് അല്ല വേണ്ടത്, പിന്നെയോ ഇൻക്രീസ് ആണ് വേണ്ടത്. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയല്ല. നമ്മളോട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെടുത്ത് എഴുതാൻ സാധ്യമല്ല. ദെൻ ബി. വെൻ എ സ്ട്രോങ് മാഗ്നറ്റ് ഈസ് യൂസ്ഡ് EMF ഇൻക്രീസസ്. ഈ പ്രസ്താവന ശരിയാണ്. ആസ് ദ മാഗ്നറ്റ് സ്ട്രെങ്ത് ഇൻക്രീസസ്, EMF ഓൾസോ ഇൻക്രീസസ്. ദെൻ സി പ്രസ്താവന. വെൻ ദി മാഗ്നറ്റ് ഓർ സോളിനോയിഡ് മൂവ്ഡ് ഇൻ ഫാസ്റ്റ്, ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസസ്. അത് ശരിയല്ലേ? ആസ് ദ സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഇൻക്രീസസ്, EMF ഓൾസോ ഇൻക്രീസസ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ബി എന്നുള്ള പ്രസ്താവനയും ശരിയാണ്, സി എന്നുള്ള പ്രസ്താവനയും ശരിയാണ്. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഊർജ പ്രതിസന്ധി എന്നാൽ എന്ത്? ബി. ഊർജ പ്രതിസന്ധി ലഘൂകരിക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതുക. എന്താണ് ഊർജ പ്രതിസന്ധി? ഊർജത്തിന്റെ ആവശ്യകത കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഊർജ പ്രതിസന്ധി. എന്താണ് ഊർജ പ്രതിസന്ധി? ആവശ്യകത കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്ന അവസ്ഥയെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഊർജ പ്രതിസന്ധി. ഈ ഊർജ പ്രതിസന്ധി കുറക്കാനുള്ള മാർഗങ്ങൾ 2 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 2 പോയിന്റുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. സൗരോർജത്തെ പരമാവധി ആശ്രയിക്കുക. ഒരുപാട് മാർഗങ്ങളുണ്ട്, 2 സൂചിപ്പിച്ചു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, സൗരോർജത്തെ പരമാവധി ആശ്രയിക്കുക. വാട്ട് ഈസ് എനർജി ക്രൈസിസ്? റൈറ്റ് എനി 2 സജഷൻസ് ടു റെഡ്യൂസ് ദ എനർജി ക്രൈസിസ്. വാട്ട് ഈസ് എനർജി ക്രൈസിസ്? എന്താണ് എനർജി ക്രൈസിസ്? Increasing of demand and decreasing of availability is known as energy crisis. Increasing of demand and decreasing of availability is known as energy crisis.
റൈറ്റ് എനി 2 സജഷൻസ് ടു റെഡ്യൂസ് എനർജി ക്രൈസിസ്. 2 സജഷൻ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് എനർജി ക്രൈസിസ് കുറക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 റെഡ്യൂസ് ദ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, റെഡ്യൂസ് ദ യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, മാക്സിമം യൂസേജ് ഓഫ് സോളാർ എനർജി, മാക്സിമം യൂസേജ് ഓഫ് സോളാർ എനർജി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ എനർജി ക്രൈസിസ് കുറക്കാൻ വേണ്ടി സാധിക്കും. ദെൻ 17ാമത്തെ ചോദ്യം. എന്താണ് 17ാമത്തെ ചോദ്യം? ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ അതേ വശത്ത് 30 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം ലഭിച്ചു. തന്നിരിക്കുന്ന ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുക. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം. An object is placed 20 centimeter away from a concave mirror. The image obtained is at the distance of 30 centimeter on the same side. Find the focal length of given mirror. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും നോക്കൂ നിങ്ങൾ. യു തന്നിട്ടുണ്ട് എത്രയാ? 20 സെന്റിമീറ്റർ. വി തന്നിട്ടുണ്ട് എത്രയാ? 30 സെന്റിമീറ്റർ. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എഫ് ഫോക്കൽ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. മിററാണ്. ഏതാണ് മിറർ? കോൺകേവ് മിററാണ് അല്ലേ? കോൺകേവ് മിററിന്റെ കേസിൽ നമുക്കിവിടെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അപ്ലൈ ചെയ്യണം. നമ്മൾ കോൺകേവ് ലെൻസിന്റെ കേസിൽ, കോൺകേവ് മിററിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് മിററിന്റെ കേസിൽ ഏത് മാത്രമാണ് പോസിറ്റീവായി വരിക? HO മാത്രമേ എന്തായിട്ട് വരുള്ളൂ? പോസിറ്റീവായിട്ട് വരുള്ളൂ. HO എന്തായിട്ട് വരും? പോസിറ്റീവായിട്ട് വരും. ബാക്കിയുള്ളവയൊക്കെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. HO എന്നുള്ള സംഖ്യ മാത്രം എന്തായിട്ട് വരുള്ളൂ? പോസിറ്റീവായിട്ട് വരുള്ളൂ. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏതിന്റെ കേസിലാണ്? കോൺകേവ് മിററിന്റെ കേസിലാണ് അല്ലേ? ബാക്കിയുള്ളവയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ യു 20 സെന്റിമീറ്റർ എന്നുള്ളത് എന്തായിരിക്കും? മൈനസ് 20 സെന്റിമീറ്റർ. വി 30 സെന്റിമീറ്റർ എന്നുള്ളത് എന്തായിരിക്കും? മൈനസ് 30 സെന്റിമീറ്റർ. ദെൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക നമുക്ക്. എന്താണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എഫ് ആണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. എഫ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി. യു എത്രയാണ്? മൈനസ് 20 സെന്റിമീറ്റർ. വി എത്രയാണ്? മൈനസ് 30 സെന്റിമീറ്റർ. ദെൻ മൈനസ് 20 ഇൻറ്റു മൈനസ് 30, 2 മൈനസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പ്ലസ് ആയിരിക്കും. സോ പ്ലസ് 600 ബൈ മൈനസ് 20 മൈനസ് 30. മൈനസ് 20 മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ? മൈനസ് 50. ദെൻ ഒരു പ്ലസും ഒരു മൈനസും ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എന്തുണ്ടായിരിക്കും? മൈനസ് ഉണ്ടായിരിക്കും. സോ 600 ബൈ 50 ഈസ് ഈക്വൽ ടു മൈനസ് 12 സെന്റിമീറ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇതേ ചോദ്യമാണ് നമ്മൾ അന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഇതേ ചോദ്യമാണ് പ്രോബ്ലം സോൾവിംഗ് പാർട്ടിൽ ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. 3 മാധ്യമങ്ങളിലെ പ്രകാശവേഗം നൽകിയിരിക്കുന്നു. ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത 2 × 10⁸ ജലം 2.25 × 10⁸, വജ്രം 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇവയിൽ ഏതു മാധ്യമത്തിലേക്ക് വായുവിൽ നിന്ന് പ്രകാശം പതിക്കുമ്പോഴാണ് കൂടുതൽ അപവർത്തനത്തിന് വിധേയമാകുന്നത്? നമുക്കറിയാം, പ്രകാശിക സാന്ദ്രത വർദ്ധിച്ചാൽ അപവർത്തനത്തിന്റെ തോതും വർദ്ധിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശിക സാന്ദ്രത വർദ്ധിച്ചാൽ അപവർത്തനത്തിന്റെ തോത് വർദ്ധിക്കും. അപ്പൊ ഈ 3 മാധ്യമങ്ങളിൽ ഏതിനാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ എന്ന് നോക്കിയാൽ മതി. പ്രകാശിക സാന്ദ്രതയും പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള ബന്ധം എന്താ? പ്രകാശിക സാന്ദ്രതയും പ്രകാശത്തിന്റെ വേഗതയും തമ്മിലുള്ള ബന്ധം എന്താ? വിപരീതാനുപാതമാണ്. അതായത് പ്രകാശിക സാന്ദ്രത കൂടുന്തോറും പ്രകാശത്തിന്റെ വേഗം കുറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടുന്തോറും പ്രകാശത്തിന്റെ വേഗത കുറയുന്നു. അപ്പൊ ഏതിലാണ് ഏറ്റവും കുറവ് വേഗത ഉള്ളത്? വജ്രത്തിലൂടെയല്ലേ ഏറ്റവും കുറവ് വേഗത കാണിച്ചിട്ടുള്ളത്. 1.25 × 10⁸ ഉള്ളൂ. അപ്പൊ ഇതിനായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഇതിലേതാണ്? വജ്രമാണ്. അതുകൊണ്ട് വജ്രത്തിലൂടെ ആയിരിക്കും പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ അപവർത്തനം സംഭവിക്കുക. അപ്പോൾ ഇവയിൽ ഏതു മാധ്യമത്തിലേക്ക് വായുവിൽ നിന്ന് പ്രകാശം പതിക്കുമ്പോഴാണ് കൂടുതൽ അപവർത്തനത്തിന് വിധേയമാകുന്നത്? ഉത്തരമേതാ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത കുറഞ്ഞ മാധ്യമം, അതായത് വജ്രം. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞത്, ദെൻ അതിനേക്കാൾ കൂടിയത്, ദെൻ അതിനേക്കാൾ കൂടിയത് അല്ലേ?
ഏതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്? ജലത്തിലൂടെയല്ലേ. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ജലത്തിനായിരിക്കും പ്രകാശിക സാന്ദ്രത കുറവ്. ദെൻ പിന്നെ ഗ്ലാസ്, ഏറ്റവും പ്രകാശിക സാന്ദ്രത കൂടിയത് വജ്രം. അപ്പം ജലം, ഗ്ലാസ്, വജ്രം, ജലം, ഗ്ലാസ്, വജ്രം, അങ്ങനെയാണ് അതിൻ്റെ ആരോഹണ ക്രമം. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ 3 മീഡിയ ആർ ഗിവൺ. Glass 2 × 10⁸ meter per second, water 2.25 × 10⁸ meter per second, diamond 1.25 × 10⁸ meter per second. Question: in which medium does the refraction light occurs more while falling from air? എയറിൽ നിന്നും പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന മീഡിയം ഏതായിരിക്കും? സോ ആസ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസസ്, റിഫ്രാക്ഷൻ ആൾസോ ഇൻക്രീസസ്. സോ എമംഗ് ദീസ് മീഡിയം, വിച്ച് മീഡിയം ഹാസ് ദി ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമുക്ക് പഠിച്ചിട്ടുണ്ട് ഏതാണ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഡയമണ്ട് ആണ്. അപ്പോൾ ഡയമണ്ടിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക? റിഫ്രാക്ഷൻ സംഭവിക്കുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ: അറേഞ്ച് ദ 3 ഗിവൺ മീഡിയ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടിയതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കുള്ളത്? ഡയമണ്ട് ആണ്. ഏറ്റവും കുറവ് ഇതിൽ ആർക്കാണുള്ളത്? വാട്ടറിനാണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്രമം? വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. വാട്ടറിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്. ഈ മീഡിയങ്ങളിൽ വാട്ടറിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. കാരണം അതിലൂടെയാണ് പ്രകാശത്തിന് വേഗത കൂടുതൽ, സ്പീഡ് കൂടുതൽ. സോ ഇതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ്. അത് കഴിഞ്ഞാൽ ഗ്ലാസ്, ഏറ്റവും കൂടുതൽ ഡയമണ്ട്. അപ്പം എങ്ങനെയാണ് ഓർഡർ? വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ക്രമരഹിത പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ക്രമരഹിത പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ക്രമരഹിതവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാം. പതനകിരണങ്ങൾ സമാന്തരമാണെങ്കിൽ പ്രതിപതന കിരണങ്ങളും സമാന്തരമായിരിക്കും. പതനകിരണം സമാന്തരമാണ്, പ്രതിപതന കിരണം സമാന്തരമായിരിക്കും. അപ്പോൾ അത് ക്രമരഹിത പ്രതിപതനാണോ? അല്ല, ക്രമപ്രതിപതനമാണ്. അപ്പോൾ ഇത് ഉത്തരമായി തിരഞ്ഞെടുത്തെഴുതാൻ പറ്റൂല. ദെൻ ബി, പതനകിരണങ്ങൾ സമാന്തര കിരണങ്ങളാണെങ്കിലും പ്രതിപതന കിരണങ്ങൾ സമാന്തരമായിരിക്കില്ല. അത് ശരിയാണല്ലോ, അത് ശരിയാണ്. ഏതുമായി ബന്ധപ്പെട്ടതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? ക്രമരഹിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ബി. ദെൻ സി, പ്രതിപതനത്തിനു ശേഷം വ്യക്തമായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. നമുക്കറിയാം ക്രമപ്രതിപതനത്തിൽ മാത്രമേ വ്യക്തമായ പ്രതിബിംബം രൂപപ്പെടുള്ളൂ. അപ്പോൾ ക്രമരഹിതത്തിലോ വ്യക്തമായ പ്രതിബിംബം രൂപപ്പെടുന്നില്ല. അപ്പോൾ ഇതും ഉത്തരമായി തിരഞ്ഞെടുത്തെഴുതാവുന്നതാണ്. ദെൻ ഡി, ഓരോ കിരണവും പരിഗണിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കില്ല. ഓക്കെ, അതും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്രമരഹിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ് തിരഞ്ഞെടുത്തെഴുതേണ്ടത്? പതനകിരണങ്ങൾ സമാന്തര കിരണങ്ങളാണെങ്കിലും പ്രതിപതന കിരണങ്ങൾ സമാന്തരമായിരിക്കില്ല, ക്രമരഹിതവുമായി ബന്ധപ്പെട്ടതാണ്. പ്രതിപതനത്തിനു ശേഷം വ്യക്തമായി പ്രതിബിംബം രൂപപ്പെടുന്നില്ല, ക്രമരഹിതവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ കിരണവും പരിഗണിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കില്ല, ക്രമരഹിതവുമായി ബന്ധപ്പെട്ടതാണ്. Okay, then English medium students listen. Write the correct statements regarding irregular reflection. Irregular reflectionമായി ബന്ധപ്പെട്ടിട്ട് കറക്റ്റായി വരുന്നവ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരലൽ ഇൻസിഡന്റ് റേസ് റിഫ്ലക്റ്റഡ് ആസ് പാരലൽ റേസ്. ഇത് ഏതിലാണ് നടക്കുക? റെഗുലർ റിഫ്ലക്ഷനിലാണ് നടക്കുക. അപ്പോൾ ഇത് ഉത്തരമാണോ? അല്ല. ഈവൻ ദോ ദ ഇൻസിഡന്റ് റേസ് ആർ പാരലൽ, ദ റിഫ്ലക്റ്റഡ് റേസ് ആർ നോട്ട് ഇൻ പാരലൽ. അതേതുമായി ബന്ധപ്പെട്ടതാണ്? ഇറഗുലറുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു ഉത്തരമായി തിരഞ്ഞെടുത്തെഴുതാം. ആഫ്റ്റർ റിഫ്ലക്ഷൻ നോ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ്. അതും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇറഗുലർ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ഈച്ച് റേ ഈസ് നോട്ട് ഈക്വൽ. ഇതേതുമായി ബന്ധപ്പെട്ടതാണ്? ഇറഗുലർ. റെഗുലർ ആയിരുന്നെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആവുമായിരുന്നു. അപ്പോൾ അതും ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇറഗുലർ. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെഴുതേണ്ട പോയിന്റുകൾ? ബി, സി ആൻഡ് ഡി. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ. വീക്ഷണ സ്ഥിരത അനുഭവപ്പെടുന്ന 2 ജീവിത സന്ദർഭങ്ങൾ എഴുതുക. വീക്ഷണ സ്ഥിരത അനുഭവപ്പെടുന്ന 2 ജീവിത സന്ദർഭങ്ങൾ എഴുതുക. ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ആ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. 2 സന്ദർഭങ്ങൾ. ഒന്ന്, ഫാൻ കറങ്ങുമ്പോൾ ഡിസ്ക് പോലെ അനുഭവപ്പെടുന്നു. ഫാൻ കറങ്ങുമ്പോൾ ഡിസ്ക് പോലെ അനുഭവപ്പെടുന്നു. 2, മഴ പെയ്യുമ്പോൾ നൂല് പോലെ അല്ലെങ്കിൽ ഗ്ലാസ് ദണ്ട് പോലെ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ വര പോലെ അനുഭവപ്പെടുന്നു. ഇത് രണ്ടുമാണ് വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ. റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ് ദാറ്റ് കോസ്ഡ് ബൈ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ.
അതായത് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? ഒന്ന്, ദ റൊട്ടേറ്റിംഗ് ഫാൻ അപ്പിയർഡ് ആസ് ഡിസ്ക്. ദ റൊട്ടേറ്റിംഗ് ഫാൻ ഈസ് അപ്പിയർഡ് ആസ് ഡിസ്ക്. ദെൻ മറ്റൊന്ന്, ദ റൈനിങ് ഈസ് അപ്പിയർഡ് ആസ് എ ലൈൻ ഓർ എ ത്രെഡ് ഓർ എ ഗ്ലാസ് റോഡ്. ദ റൈനിങ് ഈസ് അപ്പിയർഡ് ആസ് എ ലൈൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്ത് കഴിഞ്ഞു? ആൻസർ ചെയ്ത് കഴിഞ്ഞു. 21ാമത്തെ ചോദ്യം, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം പ്രശസ്തമായ നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം. നിയമം ഏതെന്ന് എഴുതുക. ഏതാണ് ആ നിയമം? താപവുമായി ബന്ധപ്പെട്ട ഒരു നിയമം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണ്? ജൂൾ നിയമം. ദെൻ ബി ക്വസ്റ്റ്യൻ, ഈ നിയമത്തെ സൂചിപ്പിക്കുന്ന ഗണിത സമവാക്യം എഴുതി ഓരോ അക്ഷരങ്ങളും വിശദീകരിക്കുക. അതായത് ഓരോ അക്ഷരവും ഏതാണ് എന്ന് എഴുതുക. ഓക്കെ, ഏതാണ് ആ സമവാക്യം? ജൂൾ നിയമത്തിന്റെ സമവാക്യം H=I²RT. H താപം, I വൈദ്യുത പ്രവാഹ തീവ്രത, R പ്രതിരോധം, T സമയം. സിമ്പിൾ ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം. ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ എ ഫേമസ് ലോ. റൈറ്റ് ദി നെയിം ഓഫ് ദിസ് ലോ. Then what is the name of this law? Joule's law. Then what is the equation? Write the mathematical equation for this law. Explain each letters used in this equation. ഏതാണ്? ജൂൾസ് ലോ. ഏതൊക്കെയാണ് ജൂൾസ് ലോയില്? ഈ ജൂൾസ് ലോന്റെ ഇക്വേഷൻ ഏതാണ്? H=I²RT. ഓരോ അക്ഷരങ്ങളും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയും. H ഹീറ്റ്, I ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, R റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, T ടൈം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ 22ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന സർക്യൂട്ട് വിശകലനം ചെയ്യുക. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ എ, മുകളിലെ സർക്യൂട്ടിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? ക്വസ്റ്റ്യൻ ബി, അമ്മീറ്ററിൽ കാണിക്കുന്ന കറണ്ടിന്റെ അളവ് എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ സി, സർക്യൂട്ടിലെ R1 പ്രതിരോധകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയെന്ന് കണ്ടെത്തുക. ഓക്കെ, അനലൈസ് ദ ഗിവൺ സർക്യൂട്ട്. ഹൗ ആർ ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ ദി അബവ് സർക്യൂട്ട്? What will be the current shown in the ammeter? Then calculate the current through the resistor R1. Okay. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്? ഈ കണക്ഷൻ ഏത് രീതിയിലാണ്? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം കറണ്ട് എപ്പോഴും പോകുന്നത് പോസിറ്റീവിൽ നിന്ന് എന്തിലേക്കായിരിക്കും? നെഗറ്റീവിലേക്കായിരിക്കും. കറണ്ടിന് ഒന്നിലധികം പാത്തിലൂടെ ട്രാവൽ ചെയ്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ കണക്ഷൻ പാരലൽ ആയിരിക്കും. ആ കണക്ഷൻ ഏതായിരിക്കും? പാരലൽ ആയിരിക്കും. ഒരു പാത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് സീരീസ് ആയിരിക്കും. ഓക്കെ, വൈദ്യുതിക്ക് ഒന്നിലധികം വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് സമാന്തരവും, ഒരു വഴിയിലൂടെ മാത്രമേ സഞ്ചരിച്ച് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് ശ്രേണിയുമായിരിക്കും, ശ്രേണി രീതിയുമായിരിക്കും. അപ്പോൾ ഇത് ഏത് രീതിയാന്ന് നോക്കുക. അതാ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകി ഇങ്ങനെ ഈ വഴിയിലൂടെ സഞ്ചരിച്ച് നെഗറ്റീവിലേക്ക് എത്താം. അതുപോലെ പോസിറ്റീവിൽ നിന്ന് താഴെയുള്ള വഴിയിലൂടെ ഇങ്ങനെ വന്നും നെഗറ്റീവിലേക്ക് എത്താം. അപ്പോൾ ഒന്നിലധികം പാത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് കറണ്ടിന്. അതുകൊണ്ട് ഇത് ഏത് രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്? സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതായത് ദിസ് കണക്ഷൻ ഈസ് പാരലൽ. ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ ബി, അമ്മീറ്ററിൽ കാണിക്കുന്ന കറണ്ടിന്റെ അളവ് എത്ര? വാട്ട് ഈസ് അമ്മീറ്റർ റീഡിംഗ്? വാട്ട് വിൽ ബി ദ കറണ്ട് ഷോൺ ഇൻ ദി അമ്മീറ്റർ? ഓക്കെ, അപ്പോൾ ഇതാണ് അമ്മീറ്റർ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് കണ്ടുപിടിക്കണം, I കണ്ടുപിടിക്കണം. വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാ? 12 വോൾട്ട്. R1 എന്ന് പറഞ്ഞാൽ 10 ഓം ആണ്. R2 എന്ന് പറഞ്ഞാൽ 15 ഓം ആണ്. ദെൻ ഈ ഡാറ്റകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ സർക്യൂട്ടിനകത്തെ കറണ്ട് കണ്ടുപിടിക്കണം. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുക. ദെൻ I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? I = V/R. I = V/R. V ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. എത്രയാ? 12 വോൾട്ട്. 12 വോൾട്ട് നമ്മൾ അത് എഴുതി വെച്ചു. പക്ഷെ R നമുക്കറിയില്ല. നമുക്ക് എന്തൊക്കെയാണ് അറിയാം? R1 അറിയാം, R2 അറിയാം. എന്നാൽ ഈ സർക്യൂട്ടിലെ മൊത്തം R പ്രതിരോധം, റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല. പക്ഷെ ഏത് രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ്, പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സമാന്തര രീതിയിലാകുമ്പോൾ R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? R1 R2 R1 + R2. ശരിയല്ലേ? R1 എന്ന് പറഞ്ഞാൽ 10 ആണ്, R2 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 10 × 15 10 + 15. ഇവിടെ ഒരു 5 ഉണ്ട്, മറന്നു പോയതാണ്. 10 × 15 10 + 15.
എത്ര ആൻസർ കിട്ടുക? 150/25 എന്ന് കിട്ടും. 150/25 എന്ന് പറഞ്ഞാൽ എത്രയാ ഉത്തരം? 6 ആണ്. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള ആകെ പ്രതിരോധം എത്രയാണ്? 6 ഓം ആണ്. ഇനി നമുക്ക് I = V/R ഉപയോഗിച്ച് I കണ്ടുപിടിക്കാം. I = V/R. V എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. R നമ്മൾ കണ്ടുപിടിച്ചു, 6 ഓം ആണ്. സോ 12/6 എന്ന് പറഞ്ഞാൽ എത്ര ഉത്തരം? 2 ആംപിയർ. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന അമ്മീറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആംപിയർ ആയിരിക്കും. 2 ആംപിയർ. ഓക്കെ. ദെൻ സി ക്വസ്റ്റ്യൻ. എന്താണ് സി ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ R1. R1 എന്നുള്ള റെസിസ്റ്ററിലൂടെയുള്ള മാത്രം കറണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ. എന്താണ്? സർക്യൂട്ടിലെ R1 പ്രതിരോധകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? R1. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക? I = V/R. I = V/R. V എന്ന് പറഞ്ഞാൽ 12 ആണ്. ദെൻ R എന്ന് പറഞ്ഞാൽ R1ലൂടെയുള്ള അല്ലേ ചോദിച്ചിട്ടുള്ളത്? R1ലെ പ്രതിരോധം എത്രയാണ്? റെസിസ്റ്റൻസ് എത്രയാണ്? 10 ആണ്. സോ 12/10 = 1.2 ആംപിയർ. 12/10 = 1.2 ആംപിയർ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ഉപകരണം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ ഘടനാചിത്രം ചുവടെ നൽകിയിരിക്കുന്നു. ചിത്രത്തിൽ A, B എന്നീ അടയാളപ്പെടുത്തിയ ഭാഗം ഏത്? ചിത്രത്തിൽ A, B എന്നീ അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ്? അതാണ് A ക്വസ്റ്റ്യൻ. ഇനി എന്താണ് B ക്വസ്റ്റ്യൻ? B ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഉപകരണത്തിൽ പതിക്കുന്ന ശബ്ദ തരംഗങ്ങൾ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റപ്പെടുന്നത് എങ്ങനെ? വിശദീകരിക്കുക. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ. എന്താണ്? ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് A and B. How is the sound wave falling on this device get converted into electrical signal? Explain. വളരെ സിമ്പിൾ ആണ്. A എന്ന് പറയുന്നത് ഏതാ? A എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, സ്ഥിരകാന്തമാണ്. ഏതാണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതായത് സ്ഥിരകാന്തമാണ്. ബി നോക്കൂ, ഇവിടെ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ബി ഏതാണ്? വോയിസ് കോയിലാണ്. അപ്പൊ ഏതൊക്കെയാണ് അടയാളപ്പെടുത്തിയ ഭാഗം? എ സ്ഥിരകാന്തം, പെർമനന്റ് മാഗ്നറ്റ്. ബി വോയിസ് കോയിൽ. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന ശബ്ദങ്ങൾ വൈദ്യുതികളായി മാറുന്നത് എന്ന് പറയാൻ പോവാണ്. നമ്മൾ വിശദമായി പോയിന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബ്ദ തരംഗങ്ങൾ ഡയഫ്രത്തിൽ തട്ടുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു, കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു, വൈദ്യുതി ഉണ്ടാകുന്നു. കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടായാൽ വൈദ്യുതി ഉണ്ടാവും, ശരിയല്ലേ? അതെ. എങ്ങനെയാണ്? ശബ്ദതരംഗങ്ങൾ ഡയഫ്രത്തിൽ തട്ടുന്നു, ഡയഫ്രം കമ്പനം ചെയ്യുന്നു, വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റം സംഭവിക്കുന്നു, വൈദ്യുതി ഉണ്ടാകുന്നു. ദെൻ ഹൗ ഇലക്ട്രിക് സിഗ്നൽസ് ആർ പ്രൊഡ്യൂസ്ഡ്? സിമ്പിൾ. സൗണ്ട് വേവ് ഹിറ്റ്സ് ഓൺ ദി ഡയഫ്രം. Diaphragm vibrates. Voice coil also vibrates. Then magnetic flux changes. So EMF is produces, or electric signal is produces. Sound wave hits on the diaphragm vibrates, voice coil vibrates. So magnetic flux changes. So EMF is produced. Okay. 24ാമത്തെ ചോദ്യം. വൈദ്യുത പവർ പ്രേഷണ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജ നഷ്ടം കുറക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതുക. അതായത് പ്രസരണ നഷ്ടം കുറക്കാനുള്ള 2 മാർഗങ്ങളാണ് ഉദ്ദേശിച്ചത്. ഏതൊക്കെയാണ് 2 മാർഗങ്ങൾ? ഒന്ന്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടത നല്ലവണ്ണം ഉയർത്തി കറണ്ട് താഴ്ത്തുക. അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗമോ? ചാലകത്തിന്റെ, വൈദ്യുതി കൊണ്ടുപോകുന്ന ചാലകത്തിന്റെ വണ്ണം അല്പം വർദ്ധിപ്പിക്കുക. അപ്പൊ ഏതൊക്കെയാണ് പ്രസരണ നഷ്ടം കുറക്കാനുള്ള 2 മാർഗങ്ങൾ? ഒന്ന്, വോൾട്ടത ഉയർത്തി കറണ്ട് കുറക്കുക. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടത ഉയർത്തി കറണ്ട് കുറക്കുക. രണ്ടോ, ചാലകത്തിന്റെ വണ്ണം അല്പം വർദ്ധിപ്പിക്കുക. സിമ്പിൾ അല്ലേ? അതെ. ദെൻ ബി ക്വസ്റ്റ്യൻ. വീടുകളിലേക്ക് വൈദ്യുതോർജ്ജം എത്തിക്കുന്ന 2 വൈദ്യുത ലൈനുകൾ ഏതെല്ലാം? വീടുകളിലേക്ക് വൈദ്യുതോർജ്ജം എത്തിക്കുന്ന 2 വൈദ്യുത ലൈനുകൾ ഏതെല്ലാം? നമുക്ക് ഏതിൽ നിന്നൊക്കെ ലൈനുകളിൽ നിന്നാണ് കണക്ഷൻ ലഭിക്കുക? വളരെ സിമ്പിൾ ആണ്. 230 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം വേണ്ടത്. അതുകൊണ്ട് ഏതൊക്കെയായിരിക്കും? ഫേസും ന്യൂട്രലും അല്ലേ? ദെൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിച്ചോ. 24ാമത്തെ ചോദ്യം. എന്താണ് 24ാമത്തെ ചോദ്യം?
റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ് ഇൻ പവർ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ ലോസ് കുറക്കാനുള്ള 2 മെത്തേഡ്സ് എഴുതുക. ഏതൊക്കെയാണ് 2 മെത്തേഡ്സ്? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻക്രീസ് ദ വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് ദ കറണ്ട് ബൈ യൂസിങ് ട്രാൻസ്ഫോമർ. ഓക്കെ, decrease the current by increasing voltage using transformer. Decreasing the current by increasing voltage using transformer. Then രണ്ടാമത്തേത് increase the thickness of the conductor. Okay, അതാണ് ട്രാൻസ്മിഷൻ ലോസ് കുറക്കാനുള്ള 2 മാർഗങ്ങൾ. Then B question. Write the name of any 2 electric lines that brings electric power to your house. നമ്മളെ വീടുകളിലേക്ക് കണക്ഷൻ ലഭിക്കുന്ന 2 വയറുകൾ ഏതൊക്കെയാ? ഫേസ് ആൻഡ് ന്യൂട്രൽ. ഓക്കെ, ദെൻ 25ാമത്തെ ചോദ്യം. എന്താണ് 25ാമത്തെ ചോദ്യം? ചിത്രം നിരീക്ഷിച്ച് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചുവടെ നൽകിയിരിക്കുന്ന വിട്ടഭാഗങ്ങൾ പൂരിപ്പിക്കുക. ദർപ്പണത്തിന്റെ വക്രതാ ആരം 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം, അതായത് യു അറിയണം. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫ് അറിയണം. പ്രതിബിംബം രൂപപ്പെടുന്ന അകലം, അതായത് വിയും അറിയണം. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ ഫിഗർ, യൂസ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ഫിൽ ദി ഗിവൺ ബ്ലാങ്ക്സ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഗിവൺ മിറർ ഈസ് 30 സെന്റിമീറ്റർ. then എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? യു, എഫ്, വി. ഇത് 3ഉമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനാദ്യം അറിയേണ്ടത് ഇതേത് ദർപ്പണമാണ് എന്നറിയണം, ഇതേത് മിററാണ് എന്നറിയണം. ഇങ്ങനെയാണ് കർവേച്ചർ എങ്കിൽ അതേതായിരിക്കും? മിറർ കോൺകേവ് ആണ്, കോൺകേവ് ദർപ്പണമാണ് അല്ലേ? കോൺകേവ് ദർപ്പണത്തിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലം സോൾവിംഗ് പാർട്ടിൽ ഗണിതപരമായ ചോദ്യങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് മിററിന്റെ കേസിൽ HO മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? പോസിറ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നോക്കൂ, യു എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. യു നോക്കിക്കോ, യു ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? ഇവിടെ മുതൽ ഇവിടം വരെയല്ലേ യു എന്ന് പറയുന്നത്? വസ്തുവിലേക്കുള്ള ദൂരമാണല്ലോ യു അല്ലേ? ദ ഡിസ്റ്റൻസ് ഫ്രം മിറർ ടു ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് യു. എത്രയാണ്? 60 സെന്റിമീറ്റർ. HO മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? പോസിറ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. മാത്രമല്ല ഇടത് ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഇടത് ഭാഗത്തേക്ക് അളക്കുന്നവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ യു ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? -60 -60 സെന്റിമീറ്റർ ആണ് ഏത് വരിക? യു വരിക. ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ മിറർ, ഫോക്കസ് ദൂരം എഫ് അറിയണം. എഫ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് 30 സെന്റിമീറ്റർ. വക്രത ആരം 30 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം വക്രത ആരത്തിന്റെ, അതായത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം. അപ്പൊ എത്രയാ? 30 ആണ്. അതിന്റെ പകുതി എത്രയാണ്? 50 ആണ്. 15. അപ്പൊ എത്രയാണ് എഫ്? -15 സെന്റിമീറ്റർ. കാരണം കോൺകേവ് ദർപ്പണമായതുകൊണ്ട്, കോൺകേവ് മിറർ ആയതുകൊണ്ട് HO മാത്രമേ എന്തായിട്ട് വരുന്നുള്ളൂ? പോസിറ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ എഫ് എത്രയായിരിക്കും? -15 സെന്റിമീറ്റർ. Then image formed at a distance v. V ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം v കണ്ടുപിടിക്കണം. അത് നമുക്ക് തന്നിട്ടില്ല, ഈ ചിത്രത്തിൽ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ദർപ്പണ സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. മിറർ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് കണ്ടുപിടിച്ച് നോക്കല്ലേ. യു എത്രയാണ്? -60. ദെൻ എഫ് എത്രയാണ്? യു എത്രയാണ്? -60. ദെൻ എഫ് എത്രയാണ്? -15 സെന്റിമീറ്റർ. ദെൻ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ UF by U minus F. ദെൻ -60 into -15. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ പ്ലസ്. സോ 900 ബൈ -16 -15 ആൻസർ വരിക -45. നിങ്ങൾക്കത് ചെയ്യാൻ അറിയണം. ഓക്കെ, ദെൻ ആൻസർ എത്ര വരും? ഫൈനൽ ആൻസർ -20 സെന്റിമീറ്റർ. വളരെ ഈസി. അപ്പൊ എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 26ാമത്തെ ക്വസ്റ്റ്യൻ?
ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ പ്രതിബിംബം മറുഭാഗത്ത് അതേ അകലത്തിൽ ലഭിച്ചു. ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതുക. തന്നിരിക്കുന്ന ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഓക്കെ, എന്തൊക്കെയാണ്? ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതുക. തന്നിരിക്കുന്ന ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ചോദ്യം. An image is obtained at a distance 40 centimeter away from a convex lens. When the object is placed at the same distance on the opposite side. ഓക്കെ, ഒരു ഇമേജ് ഫോം ചെയ്തു. ഇവിടെ എന്താ പ്രത്യേകത? എത്രയാണോ വസ്തുവിലേക്കുള്ള ദൂരം, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും, അതായത് ഇമേജിലേക്കുള്ള ദൂരവും. 40 സെന്റിമീറ്റർ ആണ് എന്നർത്ഥം. Then question A. Write any 2 characteristics of the image is obtained. Then write the focal length of the given lens. ഇത് രണ്ടുമാണ് ചോദ്യം. ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതാനാണ്. അപ്പൊ നമുക്കറിയാം, വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒന്നാണ്, അതേ അകലത്തിലാണ് ലഭിച്ചിട്ടുള്ളത്, 40 ആണ്. അങ്ങനെയാണെങ്കിൽ ആ വസ്തു വെച്ചിട്ടുള്ളത് എവിടെയാവണം? 2F എന്ന് പറയുന്ന പോയിന്റിലായിരിക്കണം. വസ്തു 2F-ലായിരിക്കുമ്പോൾ ഇമേജും എവിടെ തന്നെ രൂപപ്പെടും? 2F-ൽ തന്നെ രൂപപ്പെടും. അപ്പോൾ വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഒന്നല്ലേ? അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്ട് ആൻഡ് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ദി ഇമേജ് ആർ സെയിം. ദാറ്റ് മീൻസ് ദ ഒബ്ജക്ട് വിൽ ബി അറ്റ് 2F. ഒബ്ജക്ട് എവിടെയായിരിക്കും? 2F-ലായിരിക്കും. സോ ഇമേജ് ആൾസോ അറ്റ് 2F. ഇമേജും എവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക? 2F-ലാണ് ഉണ്ടാവുക. ഇമേജ് 2F-ലായിരിക്കുമ്പോഴുള്ള പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താ? ഇമേജ് 2F-ലായിരിക്കുമ്പോഴുള്ള പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? തല കീഴായതാണ്, റിയൽ ആണ്. മാത്രമല്ല വസ്തുവിന്റെ അതേ വലുപ്പവുമായിരിക്കും. തല കീഴായതാണ്, യഥാർത്ഥമാണ്, വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും. ഇമേജ് ഈസ് ഇൻവേർട്ടഡ്, ഇമേജ് ഈസ് റിയൽ ആൻഡ് സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇമേജ് ഈസ് റിയൽ, ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതെങ്ങനെയാ പിടികിട്ടിയത്? വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും സെയിം ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഒബ്ജക്ട് ആൻഡ് ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ് ആർ സെയിം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്ട് എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? 2F-ലായിരിക്കും. ഇമേജ് എവിടെ ഉണ്ടായിട്ടുണ്ടാവുക? 2F-ലായിരിക്കും. അപ്പോഴുള്ള പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്ര? റൈറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ ലെൻസ്. നമുക്ക് ചെയ്തു നോക്കാം. എത്രയാ? U എത്രയാണ്? -40. വിയും എത്ര തന്നെയായിരിക്കും? 40 തന്നെയായിരിക്കും. പക്ഷെ മറുവശത്തായതുകൊണ്ട് ചിഹ്നം മാറും, പ്ലസ് ആണ്. വരച്ച് നോക്കിയാൽ കിട്ടും. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഇത് 40 സെന്റിമീറ്റർ ആണ്. ദെൻ ഇപ്പുറത്താണ് ഇമേജ് ഉണ്ടായിട്ടുള്ളത്, അതും 40 ആണ്. ഓക്കെ, ഇത് ഇടത് ഭാഗത്തേക്കാണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് വലത് ഭാഗത്തേക്കാണ് മെഷർ ചെയ്യുന്നത്, അതുകൊണ്ട് എന്താണ്? പ്ലസ് ആണ്. അല്ലെ? ഇടത് ഭാഗത്തേക്ക് മെഷർ ചെയ്യുന്നതൊക്കെ മൈനസും വലത് ഭാഗത്തേക്ക് മെഷർ ചെയ്യുന്നതൊക്കെ പ്ലസുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ U is equal to -40, V is equal to +40. ദെൻ F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? F is equal to UV by U minus V. ലെൻസിന്റെ കേസിലാണ് F is equal to UV by U minus V. ദെൻ -40 into 40 by -40 minus 40. ഒരു മൈനസും ഒരു പ്ലസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും? -1600 1600 by -80. രണ്ട് മൈനസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ദെൻ ആൻസർ ഈസ് 20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്, 20 സെന്റിമീറ്റർ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. അന്തരീക്ഷ മണ്ഡലത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന സൂര്യപ്രകാശത്തിലെ ഘടകവർണ്ണം ഏത്? നമുക്കറിയാം, തരംഗദൈർഘ്യം കുറയുമ്പോഴാണ് വിസരണം കൂടുക. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന വർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. ദെൻ ബി, ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന്റെ കാരണം വിശദീകരിക്കുക. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന്റെ കാരണം വിശദീകരിക്കുക. എന്തുകൊണ്ടാ? ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന് കുറേ ദൂരം സഞ്ചരിക്കണം.
വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങൾ തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങളായ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നിവക്കാണ്. അതുകൊണ്ട് ഉദയാസ്തമയ സൂര്യൻ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഉദയാസ്തമയ സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണുന്നത്? ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യപ്രകാശത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. വിസരണം സംഭവിക്കാതെ കുറേ ദൂരം സഞ്ചരിക്കാനുള്ള കഴിവ് തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങൾക്കാണ്. അതുകൊണ്ട് ഉദയാസ്തമയ സൂര്യൻ ഏത് നിറത്തിൽ കാണുന്നു? ചുവപ്പ് നിറത്തിൽ കാണുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ലിസൺ. Which color of sunlight is most scattered in the atmosphere? We know as the wavelength decreases, scattering increases. Then which color has the least wavelength? Which color has the least wavelength? Violet has the least wavelength. So it gets more scattered. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാ? violet ആണ്. Then B question. Explain the reason for the red color of rising and setting sun. Explain the reason for the red color of rising and setting sun. എന്താണ് കാരണം? At morning and evening, sunlight has to travel more distance. Sunlight has to travel more distance. The red, orange, yellow can travel more distance without scattering due to highest wavelength. The colors red, orange, yellow can travel more distance without scattering due to highest wavelength. So the morning and evening sky red in color. Okay. Once more, evening and morning, sunlight has to travel more distance. Okay. The colors with highest wavelength, that is red, orange, yellow, can travel more distance without scattering. So evening and morning sky appeared in which color? Red color. Then 28ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന ഊർജ ഉറവിടങ്ങളെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ഊർജ ഉറവിടങ്ങളെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. ടാബുലേറ്റ് ദ ഫോളോയിങ് എനർജി സോഴ്സസ് ആസ് ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി. നമുക്ക് ഓരോന്നോരോന്ന് നോക്കുക. നാഫ്ത ഏതാണ്? നാഫ്ത ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഏത് എനർജിയാണ്? ബ്രൗൺ എനർജിയാണ്. ദെൻ ബയോഗ്യാസ്. ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് സൗഹൃദമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഏതാണ്? ഗ്രീൻ എനർജിയാണ്. ഗ്രീൻ എനർജിയാണ്. അപ്പോൾ ഇത് ബ്രൗൺ എനർജി, ഇത് ഗ്രീൻ എനർജി. സൺ അതായത് സൂര്യൻ, സൂര്യപ്രകാശം, സൗരോർജം നല്ല കാര്യമാണ്, പ്രകൃതിക്ക് ഗുണകരമാകുന്നതാണ്. അതുകൊണ്ട് ഇത് ഏതാണ്? ഗ്രീൻ എനർജിയാണ്. അപ്പോൾ ബയോഗ്യാസ്, സൺ, സൂര്യൻ ഏതിലാണ്? ഗ്രീൻ എനർജിയിലാണ്. കോൾ, കൽക്കരി. കൽക്കരി കത്തിക്കുമ്പോൾ അതിൻ്റെതായ പുകപടലങ്ങളും മലിനീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പൊല്യൂഷനൊക്കെ ഉണ്ടാവുന്നു. അതുകൊണ്ട് ഏതാണ്? ബ്രൗൺ എനർജിയാണ്. വിൻഡ്, കാറ്റാണ്. കാറ്റുകൊണ്ട് പ്രകൃതിക്ക് അന്തരീക്ഷ മലിനീകരണങ്ങളോ കാരണങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്താണ്? ഗ്രീൻ എനർജിയാണ്. ഗ്രീൻ എനർജി. ദെൻ സി എൻ ജി എന്ന് പറഞ്ഞാൽ അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകപടലങ്ങളും മറ്റും ഫോസിൽ ഇന്ധനങ്ങളുടെ ഭാഗമായി വരുന്നതാണ്. അതുകൊണ്ട് ഇത് ഏതാണ്? ബ്രൗൺ എനർജിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ബ്രൗൺ എനർജികൾ? ബ്രൗൺ എനർജികൾ ഏതൊക്കെയാ? നാഫ്ത ബ്രൗൺ എനർജിയാണ്, കോള് ബ്രൗൺ എനർജിയാണ്, സി എൻ ജിയും ബ്രൗൺ എനർജിയാണ്. ബാക്കിയുള്ളവയൊക്കെ ഏത് എനർജിയാണ്? ഗ്രീൻ എനർജിയാണ്. ഓക്കെ, 28 ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം. 29 മുതൽ 34 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. ഒന്ന് ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യമാണ് 29ാമത്തെ ചോദ്യം. ഈസിയാണ് എന്നിരുന്നാൽ കൂടി. എന്താണ് ചോദ്യം? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഒരു ചിത്രം തന്നിട്ടുണ്ട്. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എ ചോദ്യം, സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. ബി ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ടിൽ 5 മിനിറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? 50 ഓം പ്രതിരോധമുള്ള ഒരു പ്രതിരോധം കൂടി ഈ സർക്യൂട്ടിൽ ശ്രേണിയായി ഉൾപ്പെടുത്തിയാൽ താപത്തിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. Calculate the heat generated in the circuit in 5 minutes. If one more resistance of 50 ohm is connected in series, what happens to the heat generation? ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം ഇത് ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് അല്ലെ, സീരീസ് ആണ്. അതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ R is equal to R1 plus R2. സിംപ്ലി R1 എന്ന് പറഞ്ഞാൽ 80 ഓം ആണ്, R2 എന്ന് പറഞ്ഞാൽ
35 ഓം ആണ്. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ R ഈക്വൽ ടു R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 80 പ്ലസ് 35 ഇസ് ഈക്വൽ ടു 115 115 ഓം. ഇനി എന്താണ് ബി ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി സർക്യൂട്ട് ഇൻ 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിച്ച താപം എത്ര? അപ്പൊ വി തന്നിട്ടുണ്ട് 230 വോൾട്ട്. R നമ്മൾ കണ്ടുപിടിച്ചു 115. ദെൻ ടിയും തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ, ഏതിനെ, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടി, ഇവ മൂന്നും ബന്ധിപ്പിച്ചിട്ട് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്നുള്ളതാണ് ഇക്വേഷൻ. എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. വി എത്രയാ? 230. ദെൻ ആർ എത്രയാ? 115. ദെൻ ടി എത്രയാ? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 300 സെക്കൻഡ്. സോ വി സ്ക്വയർ 230 ഇൻറ്റു 230 ബൈ ആർ 115 ടി ഇൻറ്റു 300 ഇസ് ഈക്വൽ ടു 1,38,000 ജൂൾ എന്ന് കിട്ടും. 1,38,000 ജൂൾ, 1,38,000 ജൂൾ എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ടതാണ്. സി ക്വസ്റ്റ്യൻ എന്താണ്? സി ക്വസ്റ്റ്യൻ, if one more resistance of 15 ohm is connected in series, what happens to the heat generation? എന്താണ് ചോദ്യം? 50 ഓം പ്രതിരോധമുള്ള ഒരു പ്രതിരോധം കൂടി ഈ സർക്യൂട്ടിൽ ശ്രേണിയായി ഉൾപ്പെടുത്തിയാൽ താപത്തിന്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന മാറ്റം എന്ത്? ശ്രദ്ധിച്ചോ, താപോൽപാദനം കുറയും. ഹീറ്റ് ഈസ് ഡിക്രീസ്ഡ്. കാരണം എന്താ അറിയോ? ഇവിടെ നമ്മൾ 50 ഓം ഒരു പ്രതിരോധം കൂടി ഉൾപ്പെടുത്തിയാൽ ഇവിടെ വോൾട്ടേജ് സ്ഥിരമാണ്. വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. ഹിയർ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. വോൾട്ടേജ് സ്ഥിരമാണ്, 230 വോൾട്ടാണ്. അപ്പൊ നമ്മൾ പ്രതിരോധം ഒരു 50 ഓം കൂടി ഉൾപ്പെടുത്തിയാൽ നമുക്കറിയാം, ആസ് ദ റെസിസ്റ്റൻസ് ഇൻക്രീസസ് കറണ്ട് ഡിക്രീസസ്. കറണ്ട് കുറഞ്ഞാൽ താപം നന്നായിട്ട് എന്താ ചെയ്യുക? കുറയാ ചെയ്യുക. കാരണം എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ഉണ്ട്, ഐക്ക് സ്ക്വയർ ഉണ്ട് ഇല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും നമ്മളൊരു പ്രതിരോധം 50 ഓം പ്രതിരോധം കൂടെ ഉൾപ്പെടുത്തിയാൽ 50 ഓം റെസിസ്റ്റൻസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. റെസിസ്റ്റൻസ് ഇൻക്രീസസ്, കറണ്ട് ഡിക്രീസസ്. കറണ്ട് ഡിക്രീസസ്, ഹീറ്റ് ആൾസോ ഡിക്രീസസ്. ഓക്കെ, അപ്പൊ 50 ഓം പ്രതിരോധം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ 50 ഓം പ്രതിരോധം കൂടെ ഉൾപ്പെടുത്തിയാൽ പ്രതിരോധം കൂടുകയും കറണ്ട് കുറയുകയും ചെയ്യും. കറണ്ട് കുറഞ്ഞാൽ താപവും കുറയുന്നു. ഓക്കെ, കാരണം ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്, വോൾട്ടേജ് സ്ഥിരമാണ്, 230 ആണ്. അങ്ങനെ ആ ചോദ്യത്തിനും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ദെൻ 30ാമത്തെ ചോദ്യം എന്താണ്? 30ാമത്തെ ചോദ്യം, 60 വാട്ട് പവർ ഉള്ള ഒരു ഇലക്ട്രിക് ബൾബ് 240 വോൾട്ട് മെയിൻസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബൾബിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് എത്രയായിരിക്കും? എന്താണ് ചോദ്യം? ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് 60 watt power is connected on 240 volt. Write the current through the bulb. ബൾബിലൂടെയുള്ള കറണ്ട് എത്ര? അപ്പോൾ ഇവിടെ പി തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട് 60 വാട്ട്, വിയും തന്നിട്ടുണ്ട് 240 വോൾട്ട്. നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് അല്ലെ. അതിൽ നിന്നും ഐ കണ്ടുപിടിച്ചൂടെ? ഐ എങ്ങനെ കണ്ടുപിടിക്കുക? ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി. പി എത്രയാ? 60. ദെൻ വി എത്രയാ? 240 അല്ലേ. 0 ക്യാൻസൽ ചെയ്യുന്നു. ദെൻ 6/24 എന്ന് പറഞ്ഞാൽ എത്ര ഉത്തരം? 6 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 6 ഒരു 6, 24 4 6. സോ ആൻസർ വരിക 1/4. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരിക? 1/4 ആംപിയർ. 1/4 ആംപിയർ. ഓക്കെ, പി ഇസ് ഈക്വൽ ടു വി ഐ. സോ ഐ ഇസ് ഈക്വൽ ടു പി ബൈ വി. പി എന്ന് പറഞ്ഞാൽ 60, വി എന്ന് പറഞ്ഞാൽ 240. ദെൻ ഡിവൈഡ് ചെയ്യുന്നു, 1/4 എന്ന ആൻസർ കിട്ടും. Then എന്താണ് ബി ക്വസ്റ്റ്യൻ? All of you listen to the B question from the 30th question. എന്താണ് ബി ക്വസ്റ്റ്യൻ? ഒരു ശാഖാ സർക്യൂട്ടിൽ സുരക്ഷാ ഫ്യൂസ് ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ഹൗ ഈസ് ദ സേഫ്റ്റി ഫ്യൂസ് കണക്റ്റഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്? സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ? സീരീസ് ആയിട്ടേ കണക്ട് ചെയ്യുള്ളൂ. ശ്രേണി രീതിയിലാണ് ഫ്യൂസ് കണക്ട് ചെയ്യുക. ഫ്യൂസ് ഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ്. ഫ്യൂസ് ആൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് മാനർ. ദെൻ സി ക്വസ്റ്റ്യൻ, സുരക്ഷാ ഫ്യൂസിന്റെ പ്രവർത്തനം വിശദീകരിക്കുക. വളരെ സിമ്പിൾ ആണ്. ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു.
അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ താപം നന്നായി വർദ്ധിക്കുന്നു. താപം നന്നായി വർദ്ധിക്കുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി പൊട്ടുന്നു, സുരക്ഷ ഉറപ്പാക്കുന്നു. എങ്ങനെയാണ് സുരക്ഷാ ഫ്യൂസിന്റെ പ്രവർത്തനം? അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ താപവും വർദ്ധിക്കുന്നു. ഏത് നിയമം അനുസരിച്ച്? ജൂൾ നിയമം. താപം വർദ്ധിക്കുമ്പോൾ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ഉരുകി പൊട്ടുന്നു, സുരക്ഷ ഉറപ്പാക്കുന്നു. Explain the working of safety fuse. Explain the working of safety fuse. When there is excess flow of current through the circuit, when there is excess flow of current through the circuit, current increases, heat increases. As the current increases, heat also increases. As the heat increases, the fuse wire with low melting point will be break down and ensure safety. So when there is an excessive flow of electric current through the circuit, heat increases. As heat increases, fuse wire with low melting point break down and safety ensured. അതാണ് ഏതിന്റെ വർക്കിംഗ്? സേഫ്റ്റി ഫ്യൂസിന്റെ. ദെൻ 31ാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിക്കുക. കണ്ടാൽ തന്നെ ചിത്രം ഏതാണെന്ന് മനസ്സിലാവും പെട്ടെന്ന്. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഏത് തരം ജനറേറ്ററാണ്? Which generator is this? Which type of generator is given in the picture? ഈ പിക്ചറിൽ നൽകിയിരിക്കുന്ന ജനറേറ്റർ ഏതാണ്? ഇവിടെ സ്ലിപ്പ് ആണുള്ളത് അല്ലേ? ഹിയർ ഈസ് സ്ലിപ്പ് റിംഗ് ഉണ്ടെങ്കിൽ അതേതാണ്? AC ജനറേറ്റർ ആണ്. AC ജനറേറ്റർ ആണ്. ദെൻ ഈ ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എഴുതുക. ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ജനറേറ്റർ. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം. ദെൻ സി ക്വസ്റ്റിനും ഡി ക്വസ്റ്റിനും ഒരുമിച്ച് നമുക്ക് ആൻസർ ചെയ്യാം. എന്താണ് സി ക്വസ്റ്റ്യൻ? മുകളിൽ നൽകിയിരിക്കുന്ന ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പുട്ട് EMFന്റെ ഗ്രാഫ് ചിത്രീകരിക്കുക. അതായത് AC ജനറേറ്ററിന്റെ ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ DC ജനറേറ്ററിൽ നിന്നുള്ള EMFന്റെ ഗ്രാഫിക് ചിത്രീകരണം. അപ്പോൾ ആദ്യം സി ക്വസ്റ്റിന് നിങ്ങൾ വരക്കേണ്ടത് AC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫാണ്. ഡി ക്വസ്റ്റിന് നിങ്ങൾ എഴുതേണ്ടത് DC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫാണ്. Okay, draw the graph of the output EMF of the above generator, the AC generator in the graph. Then how is the graph differ from the graph of output from the DC generator? ഈ DC generator ന്റെ ഗ്രാഫും വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഇതല്ലേ, ഇതാണ് AC ജനറേറ്ററിന്റെ ഗ്രാഫ്. നമുക്കറിയാം അല്ലേ, AC ജനറേറ്ററിന്റെ ഗ്രാഫ് ഇതാണ്. ദെൻ ഇതാണ് DC ജനറേറ്ററിന്റെ ഗ്രാഫ്. ഇത് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു, ദിശ മാറുന്നു. ഇറ്റ് ഓൺലി ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ. ഇത് ഏത് ദിശയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു? ഒരു ദിശയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. സോ AC ജനറേറ്ററിന്റെ ഗ്രാഫ്, DC ജനറേറ്ററിന്റെ ഗ്രാഫ്. ഇപ്പൊ നമ്മൾ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു? 31 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞു. 32ാമത്തെ ചോദ്യം, രണ്ടു തരം ട്രാൻസ്ഫോമറുകളുടെ ബ്ലോക്ക് ഡയഗ്രാം നൽകിയിരിക്കുന്നു. രണ്ട് ട്രാൻസ്ഫോമർ നൽകിയിട്ടുണ്ട്. ഏതാണ് ഈ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഏത്? ഉത്തരം സാധൂകരിക്കുക. ഏതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എങ്ങനെയാണെന്ന് മനസ്സിലായത്? അവിടെയാണ് ഉത്തരം സാധൂകരിക്കാനുള്ള ഉത്തരം കിടക്കുന്നത്. എന്താണ് ഉത്തരം സാധൂകരിക്കുക? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. അതല്ലേ പഠിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് ഇതേതായി മാറിയത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പൊ ഏതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? ഫിഗർ എ ആണ് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. കാരണം പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുമാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറുകളിൽ ചില ചുറ്റുകളിൽ കനം കൂടിയ കമ്പി ഉപയോഗിച്ചിരിക്കുന്നു, കാരണം എന്ത്? അപ്പൊ ഇവിടെ നോക്കൂ, ചുറ്റുകളുടെ എണ്ണം കുറവല്ലേ? അതെ, ചുറ്റുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ വോൾട്ടേജ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്, അപ്പോൾ ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? ഈ രണ്ട് കോയിലുകളുടെയും, അതായത് പ്രൈമറി കോയിലിന്റെയും സെക്കൻഡറി കോയിലിന്റെയും പവറുകൾ തുല്യമാക്കണം. പവറുകൾ തുല്യമാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പവർ കാണാനുള്ള സമവാക്യം P = VI ആണ്. P = VI. അപ്പൊ ഇവിടെ വോൾട്ടേജ് കുറവല്ലേ? ഇവിടെ വോൾട്ടേജ് കുറവും ഇവിടെ വോൾട്ടേജ് കൂടുതലുമാണ്. അപ്പൊ ഈ രണ്ട് കോയിലിന്റെയും പവറുകൾ തുല്യമാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കറണ്ട് കൂട്ടണം, ഇവിടെ കറണ്ട് കുറക്കണം. കാരണം ഇവിടെ വോൾട്ടത കുറവാണ്. വോൾട്ടത കുറവുള്ള ഭാഗത്ത് നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം? കൂട്ടണം. ഇവിടെ വോൾട്ടത കൂടുതലാണ്, അപ്പൊ ഇവിടെ കറണ്ട് എന്ത് ചെയ്യണം? കുറക്കണം. അപ്പൊ അതിനുള്ളൊരു മാർഗം എന്താ? പ്രതിരോധം വ്യത്യാസപ്പെടുത്തിയാൽ മതി. ശരിയല്ലേ? ഇവിടെ വോൾട്ടത കുറവാണ്, അപ്പൊ കറണ്ട് കൂട്ടണം.
കറണ്ട് കൂട്ടണമെങ്കിൽ പ്രതിരോധം കുറക്കണം. പ്രതിരോധം കുറക്കാനുള്ള മാർഗം എന്താ? കട്ടിയുള്ള കമ്പി ഉപയോഗിക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും പരസ്പരം മാറും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചില ഭാഗങ്ങളിൽ കട്ടിയുള്ള കമ്പി ഉപയോഗിച്ചത്? കറണ്ട് വർദ്ധിപ്പിച്ച് പ്രൈമറി കോയിലിന്റെയും സെക്കൻഡറി കോയിലിന്റെയും പവറുകൾ തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഉത്തരം പറഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് വർദ്ധിപ്പിച്ച് പ്രൈമറി കോയിലിന്റെയും സെക്കൻഡറി കോയിലിന്റെയും പവറുകൾ തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചത്? ചിലയിടങ്ങളിൽ കട്ടിയുള്ള കമ്പി ഉപയോഗിച്ചത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചോ. ഐഡന്റിഫൈ ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഫ്രം ദി ഫിഗർ. ജസ്റ്റിഫൈ യുവർ ആൻസർ. Identify the step-up transformer from the figure and justify your answer. The step-up transformer is A. What is the reason? For step-up transformer, number of turns in primary is less and number of turns in secondary is more. So here number of turns is more and here number of turns is less. So this will be the step-up transformer. ഇതായിരിക്കും ഏത്? Step-up transformer. Then B question. Some coils in the transformers shown in the figure are made up of thick wire. Why? എന്തുകൊണ്ടാണ് thick wire ഉപയോഗിച്ചത് ചില സ്ഥലങ്ങളിൽ? നോക്കൂ, here number of turns less, so voltage less. Here number of turns more, so voltage more. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ പവറും തുല്യമാകണമെന്നുണ്ടെങ്കിൽ, ഈ പ്രൈമറി കോയിലിന്റെ പവറും സെക്കൻഡറി കോയിലിന്റെ പവറും തുല്യമാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വോൾട്ടേജ് കുറവല്ലേ? വോൾട്ടേജ് ഈസ് ലെസ്, കാരണം നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഇവിടെ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം? കൂട്ടണം. കറണ്ട് കൂട്ടണമെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് കുറക്കണം. റെസിസ്റ്റൻസ് കുറക്കാനുള്ള ഒരു മാർഗ്ഗം ഏതാ? തിക്നെസ് കൂട്ടുക. അപ്പൊ ഇവിടെ തിക്നെസ് കൂട്ടി, അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ കറണ്ട് കൂടി, വോൾട്ടേജ് കുറവാണ്. ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്, പക്ഷെ തിൻ വയർ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ള പവറും ഇവിടെയുള്ള പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ട്രാൻസ്ഫോമറിൽ. അപ്പൊ എന്തുകൊണ്ടാണ് പ്രൈമറി കോയിലിലോ അല്ല ചിലയിടങ്ങളിൽ എന്തുകൊണ്ടാണ് തിക്ക് വയർ ഉപയോഗിച്ചത്? In order to increase the current, it is for the increasing of current and we can equalize the primary power and secondary power. In order to എന്തിനു വേണ്ടിയിട്ടാണ്? in order to equalize primary power, primary coil in the power and secondary power, secondary coil in the power. In order to equalize primary power and secondary power. അതിനു വേണ്ടിയിട്ടാണ് ചിലയിടങ്ങളിൽ എന്ത് ഉപയോഗിച്ചത്? തിക്ക് വയർ ഉപയോഗിച്ചത്. Then 33ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 33ാമത്തെ ക്വസ്റ്റ്യൻ? ചുവടെ നൽകിയിരിക്കുന്ന റേ ഡയഗ്രാം പകർത്തി വരക്കുക. മുഖ്യ അക്ഷത്തിൽ പ്രതിബിംബം ലഭിക്കത്തക്ക വിധം പതനരശ്മികളുടെ സഞ്ചാരപാത പൂർത്തിയാക്കുക. ഒന്നുമില്ല, ഇതിന്റെ പ്രതിബിംബ രൂപീകരണം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെ? ലഭിച്ചിരിക്കുന്ന പ്രതിബിംബത്തിന്റെ 2 സവിശേഷതകൾ എഴുതുക. ഓക്കെ, റീഡ്രോ ദ ഗിവൺ ഫിഗർ ആൻഡ് കംപ്ലീറ്റ്. ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ്. എവിടെയാണ് ഇമേജിന്റെ പൊസിഷൻ? റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്ടൈൻഡ്. ഈ ഇമേജിന്റെ 2 പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്? ബിയോണ്ട് 2f. ബിയോണ്ട് 2f, വസ്തു 2fന് അപ്പുറത്താണ്. അപ്പൊ പ്രതിബിംബം എവിടെ ഉണ്ടാവുക? പ്രതിബിംബം എഫിനും 2fനും ഇടയിലായിരിക്കും. ഇമേജ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ഓക്കെ, അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ ലഭിച്ചു. എന്താണ് ബി ക്വസ്റ്റ്യൻ ആൻസർ? റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്നല്ലേ? പ്രതിബിംബത്തിന്റെ സ്ഥാനം എവിടെയെന്നല്ലേ? എവിടെയാണ് പ്രതിബിംബം? വേർ ഇസ് ദ ഇമേജ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എഫിനും 2fനും ഇടയിൽ. ഇനി അതിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകളും കിട്ടും. ഇതാണ് ചിത്രം. ഇങ്ങനെ പോകുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെ സഞ്ചരിക്കുന്നു. ദെൻ പോളിലൂടെ പോകുന്ന പ്രകാശരശ്മിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ശരിയല്ലേ? അതെ. അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റിലായിരിക്കും പ്രതിബിംബം രൂപപ്പെടുക, അതായത് എഫിനും 2fനും ഇടയിൽ. ഇനി എന്തൊക്കെയാണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകത? ഫീച്ചേഴ്സ് ഓഫ് ഇമേജ് എന്തൊക്കെയാണ്? തല കീഴായതാണ്, യഥാർത്ഥമാണ്, ചെറുതാണ്. തല കീഴായതാണ്, യഥാർത്ഥമാണ്, ചെറുതാണ്. ഇൻവേർട്ടഡ്, സ്മോള് ആൻഡ് റിയൽ. ഇൻവേർട്ടഡ്, സ്മോൾ ആൻഡ് റിയൽ. Inverted, small and real. These are the properties of the image. അപ്പോൾ നമ്മൾ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു? 33 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു. ദെൻ അവസാനത്തെ ചോദ്യം. എന്താണ് അവസാനത്തെ ചോദ്യം? എല്ലാവരും നോക്ക്. ഗ്ലാസിൽ നിന്നും വായുവിലേക്ക് വ്യത്യസ്ത കോണളവുകളിൽ ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശകിരണങ്ങളാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എ. ഏത് ചിത്രമാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത്? ക്രിട്ടിക്കൽ കോണിന്റെ അളവ് എഴുതുക. ഓക്കെ,
ഏത് ചിത്രമാണ് ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത്? എന്താണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞാൽ? അപവർത്തന കോൺ 90 ഡിഗ്രി ആവണം. ഇതിൽ ഏതിനകത്താണ് അപവർത്തന കോൺ 90 ഡിഗ്രി ആയത്? ഇതിനകത്താണ് അപവർത്തന കോൺ 90 ഡിഗ്രി. ഇതല്ലേ അപവർത്തന കോൺ? അതെ, അത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതാണ് ഏതിനെ സൂചിപ്പിക്കുന്നത്? ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത്. എത്രയാണ് ക്രിട്ടിക്കൽ കോൺ? 42 ഡിഗ്രി. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? അതെ. എന്താണ് എ ക്വസ്റ്റ്യൻ ആൻസർ? ക്രിട്ടിക്കൽ കോണിനെ സൂചിപ്പിക്കുന്നത് ഇതാണ്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്രയാണ്? 42 ഡിഗ്രിയാണ്. ദെൻ പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന പ്രതിഭാസം വിശദീകരിക്കുക. എന്താണ് പൂർണ്ണ ആന്തര പ്രതിപതനം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ പ്രകാശം പതിച്ചാൽ, ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ പ്രകാശം പതിച്ചാൽ അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നു. ഈ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തര പ്രതിപതനം. എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ക്രിട്ടിക്കൽ കോണിലും കൂടിയ കോണളവിൽ പതിച്ചാൽ അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നു. ഈ പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ പൂർണ്ണാന്തര പ്രതിപതനം. ദെൻ സി ക്വസ്റ്റ്യൻ, വായുവിന് പകരം ജലമെടുത്താൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണിന് മാറ്റമുണ്ടാകുമോ? വായുവിന് പകരം ജലമെടുത്താൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണിന് മാറ്റമുണ്ടാകുമോ? മാറ്റമുണ്ടാകും. കാരണം ക്രിട്ടിക്കൽ കോൺ ഏതിനെ ആശ്രയിച്ചിരിക്കും? പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കും. പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കും. ക്രിട്ടിക്കൽ കോൺ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാറ്റമുണ്ടാകും. ഓക്കെ. ദെൻ ഇംഗ്ലീഷ് മീഡിയം. A light ray falls obliquely from glass to air in different angles are shown in the figure. Which diagram represents the critical angle of glass? Write the value of critical angle. What means critical angle? The angle of refraction will be 90 degree. ഇതിൽ ഏതിനകത്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയത്? ഇതിനകത്താണ്. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ ആംഗിളിനെ സൂചിപ്പിക്കുന്ന ഫിഗർ. ദെൻ റൈറ്റ് ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. എത്രയാണ് ക്രിട്ടിക്കൽ ആംഗിൾ? 42 ഡിഗ്രി, 42 ഡിഗ്രി. Then explain the phenomena of total internal reflection. Explain the phenomena of total internal reflection. വളരെ സിമ്പിൾ ആണ്. When a beam of light passes from denser medium to rarer medium in an angle of incidence greater than critical angle. When a beam of light passing from denser medium to rarer medium at an angle greater than critical angle, at an angle greater than critical angle, then the beam of light returns into the same medium. Then the beam of light returns into the same medium. This phenomena is known as total internal reflection. Okay. Then C question. If we replace the medium air with water, ഇവിടെ എയറിന് പകരം വാട്ടർ ആക്കി ഉപയോഗിച്ചാൽ, if there is any change in the critical angle of the glass, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിളിൽ മാറ്റമുണ്ടാകുമോ? മാറ്റമുണ്ടാകും. Yes, because critical angle is depends on the optical densities of medium. ക്രിട്ടിക്കൽ ആംഗിൾ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ മൊത്തം ചോദ്യങ്ങൾക്കും 34 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 34 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഡിസ്കഷൻ അനാലിസിസ് നമുക്ക് വരുന്ന പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.